ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലോ ഹല്ലേലൂയ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നമ്മളെ ഹല്ലേലൂയ അതാത് സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളൊക്കെ പരിപാലിക്കുകയും നടത്തുകയും ചെയ്ത് കർത്താവിൻ്റെ വിശ്വസ്തയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 78-ാം സങ്കീർത്തനം വന്നിട്ട് 23 വാക്യങ്ങൾ. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗ്ഗധാനി അവർക്ക് കൊടുത്തു. മനുഷ്യർ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകുമെണ്ണം ആഹാരം അയച്ചു. നമുക്കറിയാം, ഇസ്രായേൽ ജനത്തോടുള്ള ബന്ധത്തിലാണ് മരുഭൂമിയിൽ ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഇസ്രായേൽ ദേശത്തു നിന്ന് ഇസ്രായേൽ ജനത്തെ മോശ മുഖാന്തരം ഹല്ലേലൂയ മരുഭൂമിയിൽ കൂടി കൊണ്ടുപോകുമ്പോൾ ഹല്ലേലൂയ അവർക്ക് വേണ്ടി തമ്പുരാൻ ചെയ്തതായ കാര്യങ്ങളാണ് ഇവിടെ ഈ സങ്കീർത്തനക്കാരൻ വിവരിക്കുന്നത്. എന്താ ഇവിടെ പറയുന്നത്? അവൻ മീതെ ആകാശങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ ദൈവത്തിന് മേഘങ്ങളോട് കൽപ്പിച്ചു, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നെന്ന്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, തമ്പുരാൻ ചിലത് കൽപ്പിക്കും. ദൈവത്തിന് സ്തോത്രം നമുക്ക് വേണ്ടി ഹല്ലേലൂയ വാതിലുകളെ തുറക്കും. ഹല്ലേലൂയ ആകാശത്തിൻ്റെ ഇവിടെ എഴുതിയിരിക്കുന്ന ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നെന്ന നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത ചില മേഖലകളിൽ കൂടി കർത്താവ് നമ്മളെ കൊണ്ടുപോകുമെന്ന്. ഈ വാക്യം വളരെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ പഠിക്കുമ്പോൾ നമ്മളോട് തന്നെ സംസാരിക്കുന്ന വാക്യമാണ്. ദൈവത്തിന് സ്തോത്രം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത, പലപ്പോഴും നമ്മൾ ചിന്തിക്കും ഇതെങ്ങനെ സാധിച്ചു എന്ന്. ഹല്ലേലൂയ എന്നാൽ അതിനപ്പുറമായിട്ട് നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കുമെന്ന്. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഹല്ലേലൂയ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മൾ പക്ഷേ മറ്റു പലരിൽ നമ്മൾ ആശ്രയിക്കും പല കാര്യങ്ങൾക്ക് വേണ്ടി. എന്നാൽ ആശ്രയിക്കേണ്ടി ഒരുവനിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ കർത്താവ് തമ്പുരാൻ നമുക്ക് വേണ്ടി അവിടെ വലിയവ ചെയ്യും. ഹല്ലേലൂയ ഇവിടെ പറയുന്ന മേഘങ്ങളോട് കൽപ്പിച്ച് ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നെന്ന. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് നമുക്ക് വേണ്ടി കരുതുന്ന, നമുക്ക് വേണ്ടി ഒരുക്കുന്ന, നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല നാഥൻ. ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. ഇവിടെ മരുഭൂമിയിൽ ഹല്ലേലൂയ ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് ഹല്ലേലൂയ ഇങ്ങനെ എഴുതിയുന്ന അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചെന്ന്. അവരിന്ന് വരെ തിന്നിട്ടില്ലാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ മന്ന അവർക്ക് വേണ്ടി തമ്പുരാൻ ഒരുക്കി കൊടുത്തെന്ന്. ദൈവത്തിന് സാധാ ദൈവത്തിൻ്റെ പ്രവൃത്തി. പ്രിയമുള്ളവരെ, പലപ്പോഴും നമ്മൾ മറ്റുള്ളവരിൽ ആശ്രയിക്കും. ഹല്ലേലൂയ മറ്റുള്ളവരുടെ അടുക്ക് നമ്മൾ സഹായം ചോദിക്കും. എന്നാൽ അവരൊക്കെ കൈമലർത്തി കാണിക്കുന്ന സാഹചര്യത്തിൽ ദൈവത്തിന് സ്തോത്രം നമ്മുടെ തമ്പുരാൻ നമുക്ക് വേണ്ടി തുറക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വലുതാ. പ്രിയമുള്ളവർ, വലുതാ. എൻ്റെ അനുഭവമാണ് എൻ്റെ അനുഭവമാണ് ഇത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി തുറക്കുമ്പോൾ അത് വലുതാ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളിൽ കൂടി നമ്മളെ കൊണ്ടുപോകുമെന്ന്. എന്നിട്ട് പറയുന്നത് ഇങ്ങനെയാണ്, അവർക്ക് തിന്മാൻ മന്ന വർഷിപ്പിച്ചു, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തെന്ന്. ഹല്ലേലൂയ അതാ പ്രിയമുള്ളവർ, സ്വർഗീയ ധാന്യം ഇന്ന് വരെ അവർ ഭക്ഷിച്ചിട്ടില്ലാത്ത, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഹല്ലേലൂയ ഇസ്രായേൽ ജനത്തിന് കൊടുത്തെന്ന്. എന്നിട്ട് പറയുകയാണ്, മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നെന്ന്. ഹല്ലേലൂയ തമ്പുരാൻ കൊടുക്കുന്നത് അങ്ങനെയാ പ്രിയമുള്ളവരെ. ശക്തിമാന്മാരുടെ ദൈവം കൊടുക്കുന്നത് അങ്ങനെ. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, സ്വർഗീയ ധാന്യം അവർക്ക് കൊടുത്തു, മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നു, അവൻ അവർക്ക് തൃപ്തിയാകുമെണ്ണം കൊടുത്തെന്ന. ദൈവത്തിന് സ്തോത്രം. കുറച്ചൊന്നും അല്ല കൊടുത്തത്. ഹല്ലേലൂയ അവർക്ക് തൃപ്തിയാകുമെണ്ണം ആഹാരം അയച്ചെന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടുന്ന പോലെ നൽകി തരുവാൻ ദൈവത്തിന് സ്തോത്രം നമ്മുടെ തമ്പുരാൻ്റെ പക്കലുണ്ട്. പ്രിയമുള്ളവരെ, ആ സ്വർഗ്ഗ ഹല്ലേലൂയ ദൈവത്തിന് മേഘങ്ങളോട് കൽപ്പിച്ചെന്ന ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നു. ഹല്ലേലൂയ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ ഹല്ലേലൂയ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത മേഖലകളെ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കാൻ പോവാം. ആകാശത്തിൻ്റെ വാതിലുകളെ ഹല്ലേലൂയ നമുക്കറിയാം. വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ പറയുന്ന ആരും ദൈവത്തിന് സ്തോത്രം അവിടെ ഇങ്ങനെ ഫിലദെൽഫിയ സഭയോട് പറയുന്നത് ഇങ്ങനെ, ദൈവത്തിന് സ്തോത്രം, വിശുദ്ധ സത്യവാനും ദാവീദിന് താക്കോലുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്. ദൈവത്തിന് സ്തോത്രം. ആരും അടയ്ക്കാതെ വണ്ണം ദൈവത്തിന് സ്തോത്രം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ തമ്പുരാൻ നമ്മുടെ മുൻപിൽ ഒരു വാതിൽ തുറന്നാൽ അത് ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് സ്തോത്രം. അതാ തമ്പുരാൻ നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രവൃത്തി അതാ പ്രിയമുള്ളവരെ.
നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമുണ്ട്. നമ്മുടെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് വേണ്ടി തക്ക സമയത്ത് നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു തമ്പുരാനുണ്ട്. ഹാലലൂയ. അവർക്ക് മന്ന എങ്ങനെ വർഷിപ്പിച്ചതെന്ന സങ്കീർത്തനക്കാരൻ പറയുന്ന ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നെന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് അങ്ങനെ. എന്നിട്ട് ഇവിടെ എഴുതിയിരിക്കുക വെളിപ്പാട് പുസ്തകത്തിൽ, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നതാ, ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്നതിൻ്റെ മുമ്പിൽ ഞാനൊരു വാതിൽ തുറന്ന് അതാർക്കും അടച്ചുകൂടാന്ന. ദൈവത്തിന് സ്തോത്രം. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വേണം നമുക്ക് വേണ്ടി തുറക്കുവാൻ കഴിയുന്ന ഒരു തമ്പുരാനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ആർക്കും അടയ്ക്കുവാൻ കഴിയാതെ വേണം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി വലിയവ ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറ്റു മനുഷ്യരിൽ വചനം പറയുന്ന സങ്കീർത്തനത്തിൽ ഇങ്ങനെ പറയുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നേക്കാൾ, പ്രമുഖന്മാരിൽ ആശ്രയിക്കുന്നേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്ന നല്ലത്. അപ്പം നമുക്ക് വേണ്ടി ദൈവം മറ്റുള്ളവർ നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചിട്ടില്ലാത്തവരിൽ കൂടിയാണ് ദൈവം ചിലത് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. നമ്മൾ ഓർക്കും ഇന്നാൾ ചെയ്യും എന്ന് പറഞ്ഞ് നമ്മളൊരു പക്ഷേ അവനിൽ ആശ്രയിക്കും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത, ഇന്ന് വരെ നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്തവരിൽ കൂടി ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് നമ്മൾ മറന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ പറയുക, ഹല്ലേലൂയ, നിനക്ക് അല്പമേ, ഫിലദെൽഫിയ സഭയോട് പറയുന്നത്, ഞാൻ നിൻ്റെ പ്രവൃത്തി അറിയുന്ന ദൈവത്തിന് സ്തോത്രം. നമ്മുടെ പ്രവൃത്തിയെ അറിയുന്നവന്, നമ്മുടെ ഹല്ലേലൂയ അവസ്ഥകളെ അറിയുന്ന ദൈവം. എന്നിട്ട് പറയുക, നിനക്ക് വേണ്ടി ഞാനൊരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ആർക്കും അടച്ചുകൂടാ. നമുക്ക് വേണ്ടി തുറക്കുന്ന വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയാതെ വേണം. നമുക്കറിയാം, 40 സംവത്സരം ഹല്ലേലൂയ ഇസ്രായേൽ ജനം മരുഭൂമിയിൽ കൂടി വർഷം യാത്ര ചെയ്തപ്പോൾ ഹല്ലേലൂയ ആ ദിവസങ്ങളെല്ലാം അവർക്ക് വേണ്ടുന്ന ആഹാരം ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നിട്ട് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുത്ത ദൈവം തമ്പുരാനെ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി എത്ര വലുതാ പ്രിയമുള്ളവരെ. നമ്മൾ മറന്നു പോകരുത്. നമുക്ക് വേണ്ടി തുറന്നാൽ അങ്ങനെ അത് ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. നമുക്ക് വേണ്ടി തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾ, കരയുന്ന വിഷയങ്ങൾ, കണ്ണുനീരൊഴുക്കുന്ന വിഷയങ്ങളില്ലയോ പ്രിയമുള്ളവരെ? ദൈവത്തിന് സ്തോത്രം. ഈ വാക്യത്തിന് മുമ്പിൽ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തുറക്കും. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. എൻ്റെ ദൈവം എനിക്ക് വേണ്ടി വലിയവ ചെയ്യും. ഞാൻ ആ ദൈവത്തെ ആശ്രയിക്കുന്നത്. എന്നിട്ട് പറയുക, എന്നിട്ട് പറയുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിൽ നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. വചനത്തെ കാക്കുന്നവന്, ദൈവത്തിന് സ്തോത്രം, വചനത്തിൽ ഉറക്കുന്നവന് വേണ്ടി ദൈവം തുറക്കുന്നത് വലുതാ. ദൈവത്തിന് സ്തോത്രം. ആ വാതിൽ ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയത്തില്ല. പക്ഷേ ഒരു കണ്ടീഷൻ ഇവിടെ പറയുക, നീ എൻ്റെ വചനം കാത്തു. ഫിലദെൽഫിയ സഭയോടുള്ള ബന്ധത്തിലാണ് പറയുന്നത്. എന്നാൽ ഇത് നമ്മളോട് തന്നെയാണ്. ദൈവത്തിന് വചനത്തിൽ ഉറയ്ക്കുന്ന, വചനം കാക്കുന്ന, വചനത്തിൽ മുന്നേറുന്നവർക്ക് ദൈവം ഒരുക്കുന്നത് വലുതാ പ്രിയമുള്ളവരെ. അത് ഒരു മനുഷ്യനും അടയ്ക്കുവാൻ കഴിയാതെ വേണം ദൈവത്തിൻ്റെ കരം നമുക്ക് വേണ്ടി ചലിപ്പിക്കാൻ പോവാം. വിശ്വസിക്കുന്നവർ ദൈവത്തെ ഒന്ന് സ്തുതിച്ചാട്ട്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. അവൻ മീതെ മേഘങ്ങളോട് കൽപ്പിച്ചെന്ന ആകാശത്തിൻ്റെ വാതിലുകൾ നമുക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ പോവാ. ഹല്ലേലൂയ. ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഇതാ ഇസ്രായേൽ ജനത്തിന് വേണ്ടി ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്നെന്ന. ഹല്ലേലൂയ. അവർക്ക് തിന്മാൻ വർഷിപ്പിച്ചു. സ്വർഗീയ ധാന്യം കൊണ്ട് അവർക്ക് സ്വർഗീയ ധാന്യം കർത്താവ് അങ്ങനെ പ്രിയമുള്ളവരെ കൊടുക്കുന്നു. എന്നിട്ട് പറയാം, മനുഷ്യൻ ശക്തിമാന്മാരുടെ അപ്പം തിന്നെന്ന. ഹല്ലേലൂയ. ഇന്ന് വരെ ഭക്ഷിച്ചിട്ടില്ലാത്തത് ശക്തിമാന്മാർക്ക് കൊടുക്കുന്നത്. ഹല്ലേലൂയ. അത് തിന്നിട്ട് പറയുന്നത്, ദൈവത്തിന് സ്തോത്രം, അവർക്ക് തൃപ്തിയാകുമെന്നും ഹല്ലേലൂയ അവർക്ക് ആഹാരം കൊടുത്തെന്ന, അയച്ചെന്ന. ദൈവത്തിന് സ്തോത്രം. അവർക്ക് മതി വരത്തക്കവണ്ണം അവർക്ക് ആഹാരം എത്തിച്ചു കൊടുത്തു. അതാണ് നമ്മുടെ ദൈവം തമ്പുരാൻ നമുക്ക് വേണ്ടി കരുതുന്നത്, നമുക്ക് വേണ്ടി ഒരുക്കുന്നത്. അങ്ങനെയാണ്. വിശ്വസിക്കുക. ഈ വാക്യത്തിൻ്റെ മുമ്പാകെ നമ്മെ തന്നെ ദൈവസന്നിധി സമർപ്പിക്കാം. പരിശുദ്ധനായ കർത്താവ്, നല്ല വചനത്തിനായിട്ട് സ്തോത്രം. ഇന്ന് രാവിലെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിച്ചാലും ഞങ്ങൾക്ക് കർത്താവ് തൃപ്തിയാകുമെന്ന് നൽകിത്തരുന്ന ഒരു നല്ല കർത്താവ്, ആകാശത്തിൻ്റെ വാതിലുകളെ തുറന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു നല്ല ദൈവം അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ളത് കൊണ്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ദൈവസന്നിധി സമർപ്പിക്കുന്ന അടിയെ താഴ്ത്തുന്നു. അനുഗ്രഹിക്കണം. പ്രാർത്ഥന യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.